ഇതിൽ എൻ്റെ സബ്സ്ക്രൈബർ തമിഴുണ്ട്, മലയാളമുണ്ട്. ഐ എം റിയലി സോറി. என்னோட மலையாளம் புரியுமான்னு எனக்கு தெரியாது. நான் ஆக்சுவலி ஊரில் வந்தாலே நான் மோஸ்ட்லி மலையாளத்தில் தான் வீடியோ எடுப்பேன். தமிழ் வந்து பேச மாட்டேன். ஸோ நான் மலையாளத்துலேயும் தமிழ்லையும் மிக்ஸ் பண்ணி போடுறேன். ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പം ഞാൻ നാട്ടിലാണ്, ചേച്ചിയുടെ മാരേജ് ബിസി, ആ ഒരു തിരക്കിൽ വീഡിയോസ് ഇടുന്നത് തന്നെ കുറവാണ്. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ വീട്ടിലെന്തായാലും വെറുതെയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് തിങ്ക് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, വീട്ടിലിരിക്കുക, കഴിക്കുക, ഉറങ്ങുക, ഫോൺ നോക്കുക, ഈ ഒരു റൊട്ടീനാണ്. അപ്പോൾ ഇതിലെന്താ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കേണ്ടതെന്ന് എനിക്കും അറിയില്ല. ഓക്കെ, എന്നാലും ഇങ്ങനെ ആലോചിച്ചു എന്തേലും എൻ്റെ ഒരു വീട്ടിലെങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ദെൻ ഇപ്പോൾ മോർണിംഗ് എത്രയായിട്ടുണ്ട്, സമയം ഇപ്പോൾ ഒരു 9 ആയിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ ലീവായതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി വേക്കപ്പ് ആകുന്നത് 10-11 ഇന്ന് പിന്നെ കുറേ ദിവസം കൊണ്ട് പാസ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അനിയന്മാരുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോർണിംഗ് എണീച്ചത്. ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് പരിപാടി പാസ്പോർട്ട് എടുക്കാൻ പോകുന്നതാണ്. പിന്നെ എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയില്ല, ഞാനപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ കം ഓൺ, ലെറ്റ്സ് ഗോ. പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, പാസ്പോർട്ട് എടുക്കാനല്ല, പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. സോ അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്ത് ഇനി അവൻ്റെ വീട്ടിൽ തന്നെ പോകണം. അടുത്തോട്ടോ, എൻ്റെ വീടും അവൻ്റെ വീടും അവിടെ കാണുന്നില്ലേ, അത്ര ഡിഫറൻസേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ട്, വരാൻ ഭയങ്കര മടിയാണ്. എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇനി നമുക്ക് അവിടെ പോവാം. ആദ്യ വഴി വരെ പോയി, പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. അവന് ഡൗട്ട് ഉണ്ടെന്ന് 10th മാർക്ക് ഷീറ്റിലും ആധാർ കാർഡിലും നെയിം കറക്റ്റാണോ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് തിരിച്ചെത്തി. അമ്മൂമ്മ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇത് കണ്ടപ്പോൾ വിശക്കുന്നുണ്ട്. കുറച്ച് മതി, കുറച്ച് ഇല്ല, വന്നിട്ട് കഴിക്കാം. അവൻ എത്തിയിട്ടുണ്ട്. എന്തായിടാ ശ്രീ കൂടെ ഞാൻ അടിച്ച് മതി എന്ന് തന്നെ പറഞ്ഞു. അടുത്ത അനിയൻ എത്തിയിട്ടുണ്ട്. എവിടെടാ ചേച്ചി? ഇത് ഉറക്കണിച്ച് വന്നതാ. ഞാൻ എക്സെൻ്ററിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ അനിയന് എടുക്കുകയാണ്. ഇവിടെ എൻ്റെ വേറൊരു അനിയനുണ്ട്, അവന് ഭയങ്കര വയ്യാണ്. ഇത് നമ്മുടെ പഠിച്ച സ്കൂളിലാണ്. നമ്മുടെ പഠിച്ച സ്കൂൾ എന്തുപാട് ഗ്രൂപ്പ് ഫോട്ടോസ് വീട്ടിൽ മറന്നു. ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഈ യൂണിഫോം അല്ലായിരുന്നു. ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് വന്നു, നല്ല ടയേർഡായി. ഇവർ വന്നിട്ടുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ ചേച്ചിയും ചേട്ടനും. ഹായ് പറയൂ. 1 മണി ആവാറായി. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് വന്നപ്പോൾ നല്ല ലേറ്റായി. ഈ മാളു എന്തേനെ ഒരാളെ കാണിച്ചു തരാം ഞാൻ. മാളു, ഈ ജനൽ വഴി നോക്കിയാൽ എൻ്റെ വല്യമ്മയുടെ വീട് ഇവിടെയാണ്. സോ എല്ലാം അടുത്താണ്. നല്ല അപ്പവും നല്ല ചിക്കൻ കറിയും. വീട്ടിൽ കഴിക്കുന്ന സുഖം വേറെ തന്നെയാണ്. ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് അപ്പോൾ ആ വാല്യൂ അറിയില്ല, പക്ഷെ ഇപ്പോഴാണ് ആ ഒരു വാല്യൂ മനസ്സിലാവുന്നത് വീട്ടിൻ്റെ ഫുഡ്. പിന്നെ വാഴയ്ക്ക അപ്പം ഇറങ്ങാൻ പറ്റില്ല, അത്ര ചൂടും അത്ര വെയിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വർഷം ചെന്നൈ ഇരുന്നു, പക്ഷെ ചെന്നൈയിൽ പോലും ഇത്ര വെയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 2 മണിയായിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഫോൺ നോക്കുക, ആരുമില്ല. ദൈവം ഉണ്ടെങ്കിൽ ടൈം പോയിരിക്കും. ദൈവവും ഇല്ല, ചേച്ചിയും ഇല്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും അമ്മയും അച്ഛനും അമ്മയും, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. സോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബോറടിക്കുക, എന്ത് ചെയ്യാനാ. ഇതാണ് മെയിനായിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്. വീട്ടിലിരിക്കുമ്പോൾ ചെന്നൈയിലെങ്കിൽ ഹോസ്റ്റലിൽ എന്തെങ്കിലും കൂടെ ഫ്രണ്ട്സ് കാണും, ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ദേഷ്യം വരുന്നു നിനക്ക്? ദേഷ്യം വന്നു? നന്നായിട്ട് കിട്ടി. ഇന്നലെ ഇതിനൊരു കൊച്ചു കുട്ടിയുണ്ട്, അതാണെങ്കിൽ എൻ്റെ കയ്യിൽ, സീരിയസ്ലി എൻ്റെ കയ്യിൽ വന്നിട്ട് എവിടെയാ ഇത് ഇവിടെ കടിച്ചു. ഞാൻ അത് കാണിച്ചു തരാം. അതിനാണ് ഇന്നലെ എന്നെ കടിച്ചതാണ്. ഇതാ ഓടി. ഉറക്കം വരുന്നുണ്ട്, എനിക്കിരുന്നിരുന്ന് ബോറടിക്കുക.
സോ ഇനി ഉറങ്ങിയിട്ട് കുറച്ച് ഈവനിങ് കാണാം. ഈവനിങ് ഫ്രണ്ട്സ്, ടൈം ഇപ്പോൾ 4 മണിയായി. നല്ല ഉറക്കമായിരുന്നു. അമ്മ എണിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ മോർണിംഗ് തന്നെ ലേറ്റായിട്ടാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ ഇന്ന് കറി ചിക്കൻ കറി, ഫിഷ്, ബീട്രൂട്ട് കിച്ചടി എൻ്റെ ഫേവറേറ്റ്, പിന്നെ മുളക്, പിന്നെ മാംഗോ. എന്തൊരു സുഖം കഴിക്കുമ്പോൾ തന്നെ ആ ഒരു മുളക് ഇങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി ഈവനിങ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം. കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ടും കാണാം. ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, കുളിച്ച് റെഡിയായി നിൽക്കാം. അപ്പോൾ ഇതിൻ്റെ മുത്തശ്ശിയാണ് ചെന്നൈയിൽ നിന്നല്ല, സോറി, ഇവിടെ നാട്ടിൽ വന്നാൽ എനിക്ക് ഓയിലൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത്. എനിക്കാണെങ്കിൽ ഓയിൽ ഇടുന്ന സംഭവം തന്നെ ഇഷ്ടമല്ല. എനിക്കത്ര ഇഷ്ടമല്ല. എനിക്കത് എന്തോ പോലെ എനിക്ക് ഓയിലിടും. ബട്ട് അമ്മൂമ്മ പിടിച്ച് ഇരുത്തി എനിക്ക് തലയിൽ ഓയിലൊക്കെ ഇട്ട് തരും. ആമാ എന്നെ ഒരു ദിവസവും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് ഓയിൽ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നെ പിടിച്ചിരുത്തി ഓയിൽ അപ്ലൈ ആക്കും. പക്ഷെ അതും ഒരു എന്നെ പൂച്ച ചെയ്തതിന് ശേഷം കണ്ടോളൂ, ഇതേ വൃത്തിയുടെയിരിക്കുക. ഞാൻ വിചാരിക്കുക ഇതുവരെയ്ക്കും കട്ട് ചെയ്യാമോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഒരുമാതിരിയായി മതി. ഞാൻ ബ്ലോഗിൽ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ മുടി വെട്ടാനായിട്ട് പ്ലാനാന്ന്. അമ്മൂമ്മ വന്നിട്ട് മുടി വെട്ടല്ലേ എന്ന് പറയാ. ഇനി ഞാൻ മുടി വെട്ടിയിട്ട് വന്നാലുള്ള അവസ്ഥ. 50 മിനിറ്റ്സ് തലയിൽ ഓയിൽ അപ്ലൈ വെച്ചിരിക്കാം. ഞാൻ മോസ്റ്റ്ലി വീട്ടിലെന്തെങ്കിലും ഇരുന്നാൽ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ചെയ്യും. മുടി ഇങ്ങനെ നല്ലതായിട്ട് വളർത്തും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പോയി കട്ട് ചെയ്യും. ഇതാണ് എൻ്റെ അവസ്ഥ. കോവിലിൽ വന്നിട്ടുണ്ട് ചേച്ചി, വല്യമ്മ, എല്ലാവരും ചേട്ടനൊക്കെ ചേർന്നിട്ട്. ഞാൻ റെഡി ആവുമ്പോൾ ഓടി ഇവർ വന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വ്ളോഗിൻ്റെ കണ്ടതൊന്നും പറയാൻ സമയം പോലും കിട്ടിയില്ല. അപ്പം ഇനി ബാക്കി കാണാം. പിന്നെ അവിടെ നിന്ന് നേരെ ആദികേശം കോവിലിൽ വന്നു. അവിടെ പോയപ്പോൾ കറക്റ്റായിട്ട് ദീപാരാധന ടൈമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പോകുന്ന വഴിയിലൊരു ബേക്കറിയിൽ കയറി. അവിടെ കുറച്ച് സ്നാക്സൊക്കെ കണ്ടപ്പോൾ അത് പിന്നെ വാങ്ങാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതും കുറച്ച് വാങ്ങി. അങ്ങനെ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി. എനിക്ക് പിന്നെ ബേക്കറിയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ ടൈം പറ്റിയില്ലായിരുന്നു. ബിക്കോസ് ചേച്ചിയും ചേട്ടനും കുറേ വീട് വിസിറ്റ് ചെയ്യുമല്ലോ മാരേജ് കഴിഞ്ഞിട്ട്. വല്യമ്മയുടെ വീട്, മാമിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ 4-5 വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടിരിക്കാൻ പറ്റില്ല. സോ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി. എന്നിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. പിന്നെ ഈവനിങ് എനിക്ക് ആ വ്ളോഗ് എടുക്കാനായിട്ട് ഇന്ന് ഫുള്ളും ബിസി ആയിരുന്നു. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് അവിടെ പോയി. പിന്നെ ഞാൻ ഈവനിങ് പെട്ടെന്ന് അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തല പോലും ഇതാക്കാണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടും ഇനി നമുക്ക് നന്നായിട്ട് കഴിക്കാം. ഞാൻ ചിക്കൻ പപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ റോൾ വാങ്ങിയിട്ടുണ്ട്. അതിന് ഫസ്റ്റ് കഴിക്കുക. ഉച്ചയ്ക്കല്ലേ 4 മണിക്കല്ലേ ഫുഡ് കഴിച്ചത്. 4 മണിക്ക് കഴിച്ചതാണ്. ഇനി വിശക്കുന്നുണ്ട്. இனி அது കഴിക്കാം. எனக்கு வந்து நல்ல கண்டென்ட் ஏதாச்சும் இருந்தால் நீங்கள் சொல்லுங்கள். இது ட்ரை பண்ணலாம், இது போய் ட்ரை பண்ணலாம். ஏன்னா நான் இப்போது வீட்டில் தான் இருக்கேன். ஸோ வந்து எனக்கும் ஆசையாக தான் இருக்குது. என்ன பண்ணலாம்னு யோசிச்சுட்டு இருப்பேன். ஆனால் சத்தியமாக எந்த ஐடியாவும் இல்லை. ஸோ நெக்ஸ்ட் டைம் நான் வந்து என் டே இன் மை லைஃப் நான் தமிழில் தான் போடுவேன். കുറേ ദിവസമായി ചിക്കൻ റോൾ കഴിച്ചിട്ട്. ചെന്നൈയിൽ ഞാൻ പോയിട്ട് ചിക്കൻ റോളേ കഴിച്ചിട്ടില്ല. പപ്സ് കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചു. ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ അങ്ങനെ ഭയങ്കര ഉറക്കക്ഷീണമാണ്. ഇന്ന് ഫുൾ ഓടി. സോ ഇനി ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് പോയി കിടക്കാൻ പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അല്ലെങ്കിൽ ഇന്നെങ്കിലും കുറച്ച് അവിടെ പോയി ഇവിടെ പോയി കുറച്ച് ആ ഒരു എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിലാണ്. ചുമ്മാ ഇരിക്കും, വേറെ ഒരു പണിയില്ലാണ്ട്. സോ അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണേ. അപ്പോൾ ബൈ.